ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആർക്കും അധികം ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത, എൻ്റെ ഈ ഒരു വീഡിയോ കാണാൻ സാധ്യതയില്ലാത്ത ഒരു ടോപ്പിക്കായിട്ട് ഞാനിവിടെ എത്തിയത്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് കൂടുതലാണ്, നിങ്ങൾ എന്നെ ഉപദേശിക്കാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ചാൻസൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീഡിയോയ്ക്ക് നിങ്ങളിടുന്ന കമൻസ് തന്നെയാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക്. എൻ്റെ വീഡിയോയ്ക്കും കമൻറ്റുകൾ വന്നിട്ടുണ്ട്, പോസിറ്റീവായും നെഗറ്റീവായിട്ടും. അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് രണ്ടും പെടാതെ മാക്സിമം ആളെ തളർത്താൻ, അല്ലെങ്കിൽ മാക്സിമം ആക്ഷേപിക്കാൻ തരത്തിലുള്ള കമൻറ്റുകളിടും. അത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ചിലവർ എൻ്റെ ഈ വീഡിയോ കാണുന്ന ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ള കമൻറ്റ്സ് ഇടുന്നവരുമായിരിക്കാം. കാരണം എനിക്ക് എല്ലാവരെയും പേഴ്സണലായിട്ട് അറിയില്ലല്ലോ. ഞാനതുകൊണ്ട് ജസ്റ്റ് കോമൺ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. പരത്തെറി വിളിച്ചിട്ടുണ്ട് എൻ്റെ ഓരോ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ എടുക്കുമ്പോൾ അതിനകത്ത് പരത്തെറി വിളിച്ച് വീഡിയോ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ ആലോചിച്ചു, കാരണം വീണ്ടും നമ്മളൊരു വീഡിയോ ഇട്ട ശേഷം എത്ര ടൈം എടുക്കും അതിൻ്റെ കമൻസൊക്കെ ഞാൻ പോയി നോക്കാനും എടുക്കാനും. ആ ടൈമിൽ ഇങ്ങനെ കൂടെ കമൻറ്റ്സ് ഇടുമ്പോൾ പുറത്തു നിന്നുള്ള ആൾക്കാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ആ കമൻറ്റ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇമാതിരി വൃത്തികെട്ട പന്നത്തരത്തിലുള്ള, വെറും ചെറ്റത്തരമെന്നൊക്കെ പറയാം, അത്രയുള്ള കമൻസൊക്കെ അവർ വായിക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ ഞാൻ അറിഞ്ഞത് നമുക്ക് ഓപ്ഷനുണ്ട്, യൂട്യൂബിൽ തന്നെ ഓപ്ഷനുണ്ട്, നമുക്ക് എങ്ങനെയുള്ള തരം കമൻറ്റുകൾ വരാൻ പാടില്ല, നമുക്കതിനൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ എനിക്കറിയുന്ന എല്ലാ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് വാക്കുകളൊക്കെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ChatGPTയിലൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ വാക്കുകൾ തിരഞ്ഞ് പിടിച്ച് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ചാനലിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഇതെല്ലാം ഞാൻ കൊടുത്തു. അതുകൊണ്ട് എനിക്കൊരു പരിധി വരെ ഇമാതിരി തെറി വാക്കുകളൊക്കെ എനിക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ശരിക്കും വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ട് 5 മിനിറ്റ് കൂടുമ്പോൾ ഞാൻ എടുത്ത് നോക്കും കമൻസിനകത്ത്. എനിക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസിനൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ. അപ്പോൾ ഞാൻ ആലോചിക്കും, ഇങ്ങനെ ചീത്ത വിളിക്കാൻ പാകത്തിന് എൻ്റെ ചാനലിലോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്നും ഇല്ലല്ലോ എന്ന്. പിന്നെ മനസ്സിലായി അത് ആൾക്കാരുടെ ഒരു ഹോബിയാണ്, ഒന്നും പറയാനില്ലെങ്കിൽ ഇത് പറയുക എന്നുള്ളത്. പക്ഷെ അതിലുപരി എനിക്ക് സന്തോഷം തന്ന മറ്റൊരു കാര്യമുണ്ട്. നമുക്കിത് ആരാണ് തെറി വിളിക്കുന്നത്, എവിടെ ഇരുന്നാണ് ചീത്ത വിളിക്കുന്നത്, ഏത് ഫോണിൽ കൂടെയാണ് പറയുന്നത്, ലാപ്പാണോ, അങ്ങനെ എല്ലാം കണ്ടുപിടിക്കാനും ആളെ പൊക്കാനുള്ള നമ്മളുടെ ഇന്ത്യയിൽ അതിനുള്ള സൗകര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പോലീസിൽ അത് പറ്റും. ഇത്തിരി ടൈം എടുത്താലും അത് സാധിക്കും, അതിനുള്ള നിയമമുണ്ട്. നമുക്കത് ഒരിക്കലും സൈബർ സെല്ലിൻ്റെ വാതിൽ പോയി ക്യൂ നിന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഓൺലൈൻ തന്നെ നമുക്കത് രജിസ്റ്റർ ചെയ്യാനൊക്കെ പറ്റും. പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം എനിക്കുണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വരുന്ന കമൻറ്റുകളൊക്കെ നമുക്ക് ഇപ്പം നിങ്ങളുടെ വീടുകളിൽ വന്നു നമുക്ക് സ്വയം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് പറയാനോ പറ്റുന്നൊരു കാര്യമല്ല. അയ്യോ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്, വളരെ മോശം, നിങ്ങൾക്ക് പറയാനുള്ളത് മാന്യമായി നെഗറ്റീവായും പോസിറ്റീവായും പറയുക, അതിലേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ അതല്ല, എന്താ പറയുക, എനിക്ക് തെറി വിളിച്ചാൽ പറ്റുമോ എന്ന് പറയുന്ന ആൾക്കാരുടെ മുന്നിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് എതിരെ നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നത് അറിഞ്ഞപ്പോൾ വളരെ വളരെ സന്തോഷമായി. അപ്പം ഞാൻ പറയാൻ വന്നത്, എൻ്റെ ടോപ്പിക്ക് ഇതാണ്. അപ്പോൾ ബാഡ് കമൻറ്റ്സ് ഇടുന്ന ആൾക്കാർക്ക് നല്ലതുപോലെ എന്താ പറയുക, ചെറുതനത്തിൻ്റെ ചൊറിച്ചിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ചേനയൊക്കെ പിടിക്കുമ്പോൾ കൈ ചൊറിയുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാർ ഒന്നെങ്കിൽ തിളച്ച വെള്ളത്തിൽ കൈ മുക്കുക, അല്ലെങ്കിൽ നല്ല ചൂട് നട്ട വെയിലുണ്ടല്ലേ, 12 മണിക്ക് തന്നെ നല്ല ഉച്ചയിൽ സൂര്യൻ ഉദിച്ചിരിക്കണ ആ സമയത്ത് വെയിലത്ത് പാറയിൽ കൊണ്ട് കൈ ഇങ്ങനെ വയ്ക്കുക, ലൈറ്റ് വരയ്ക്കുക. അതും അല്ലെങ്കിൽ നല്ല തവയുണ്ടല്ലോ, അതങ്ങോട്ട് ചൂടാക്കി വെച്ചിട്ട് അതിന് മുകളിൽ കൈ കൊണ്ട് വയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളത് പറയാമല്ലോ, നല്ല സുഖം കിട്ടും കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ എനിക്കെന്നല്ല ആർക്കെതിരെ കമൻ്റ് ഇട്ടാലും നിങ്ങളുടെ വീട്ടിൽ വന്ന് പൊക്കും എന്നുള്ളത് നമ്മുടെ കേരള പോലീസ്, സൈബർ പോലീസ് തെളിയിച്ചൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ ആ കാര്യം മറക്കരുത്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ് നമ്മുടെ ഇന്ത്യ. ഒത്തിരി ആൾക്കാർ ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും ഇപ്പോൾ 50 പേര് പറഞ്ഞതല്ല, 50 പേരിൽ 42 പേരും പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ, ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ, ഇത്രയും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, അല്ല ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു രാജ്യം അത് നമ്മുടെ ഇന്ത്യ എന്നാണ്. അപ്പോൾ നമ്മുടെ ആ ഇന്ത്യ മഹാരാജ്യത്തിരുന്ന് എന്ത് തോന്നിവാസം കാണിക്കാം, പറയാം എന്നുള്ള ഒരിതും വേണ്ട. കാരണം എത്ര സ്വാതന്ത്ര്യം തന്നാലും നമ്മളൊരു തോന്നിവാസം കാണിച്ചാൽ നമുക്കിട്ടുള്ള കുരുക്ക് തരാനുള്ള നിയമം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 2014 ശേഷം നമ്മുടെ രാജ്യത്ത് അത്രയും ശക്തമായിട്ട് ഭരിക്കുന്ന ആൾക്കാർ മോദി, അതെല്ലാവർക്കും മനസ്സിലായിട്ടുള്ള. അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ നിയമവും അത്ര സ്ട്രോങ് ആയിട്ട് വരികയും ചെയ്തു അല്ലേ, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനും ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ.
എന്ത് തെണ്ടിത്തരം വിളിച്ചു പറയാമെന്നുള്ള ഒരു മോഹം അത് നിങ്ങളിൽ ഉണ്ടാവരുത്. കാരണം അത് ഇന്നത്തെ കാലത്ത് അത്ര നല്ലതല്ല. അപ്പോൾ അതിലെ കുറച്ച് ഞരമ്പന്മാരാണ് നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ വന്നിരുന്നുകൊണ്ട് കുറച്ച് എന്തോ പറയുക, കൂഴച്ചക്ക എന്താ പറയുക, പഴുത്തളിഞ്ഞ് നിൽക്കത്തില്ലേ, അമ്മാതിരി കമൻറ്റ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റ് ഇടുന്നവരുടെ പ്രത്യേകതയ്ക്ക് ഞാൻ പറയുകയാണ്, എളുപ്പമാണ് ഇപ്പോൾ കണ്ടുപിടിക്കാൻ. എളുപ്പമെന്ന് പറയുമ്പോൾ വെറും എളുപ്പമെന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് സുജിത് പക്കൻ പെട്ടേന്ന് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് വേറെ ഏതോ ഒരു എന്തോന്നാ യൂട്യൂബ് ചാനൽ തന്നെയാണ്, അയാളുടെ ആ ഒരു പയ്യൻ്റെ കുഞ്ഞിനെ പറ്റിയിട്ട് മോശം പറഞ്ഞു പിടിച്ചു. അതൊരു കമൻറ്റ് ഇട്ടോ 14 വയസ്സുള്ളൊരു കൊച്ചി ഇറക്കാനാണ് കമൻറ്റ് ഇട്ടത്. തേടി പിടിച്ച് അവൻ്റെ ഫോണിൻ്റെ എന്താ പറയുക IMEI എല്ലാം കണ്ടുപിടിച്ച് ആ തപ്പി പിടിച്ച് ആ വീട്ടിൽ ചെന്നപ്പോൾ എന്ത് ഈ ഒരു കൊച്ചു പയ്യൻ അവൻ്റെ അമ്മ അവസാനം കയ്യും കാലും പിടിച്ച് ക്ഷമ പറഞ്ഞു എന്നാണ് അതിൻ്റെ ചാനലിൽ പറയാൻ പറ്റി. അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കും, അത് ഇത്തിരി താമസിച്ചാണെങ്കിലും കണ്ടുപിടിക്കും. അപ്പം നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എനിക്കുൾപ്പെടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യാത്ത തരത്തിലായിരുന്നാൽ ഏറ്റവും നല്ലത് അതാവണം. നമുക്കിന് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ നമുക്ക് ഉപദ്രവിക്കാൻ പാടില്ല. അത് സ്വാതന്ത്ര്യമല്ല, കൈകടത്തലാണ്. അത് നിയമപരമായി ശിക്ഷ അർഹിക്കുന്നൊരു കാര്യമാണ്. പ്രായപൂർത്തിയായ പിള്ളേരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ശിക്ഷ കിട്ടും. പിന്നെ മൈനറാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇളക്കം കിട്ടും. പക്ഷെ അത് ഒരു തവണ കിട്ടുള്ളൂ കേട്ടോ. ആ വ്യക്തി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ കിട്ടൂല. പിന്നെ ഒരു വിചാരം എൻ്റെ മെയിൽ ID 1 2 3 ക്രിയേറ്റ് ചെയ്ത്, അങ്ങനെയല്ല. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യും, അപ്പം നിങ്ങളുടെ ഫോണിൽ എത്ര മെയിൽ ID വെച്ച് നിങ്ങൾ ചാറ്റ് ചെയ്താലും, എത്ര മെയിൽ ID വെച്ച് കമൻറ്റ് ചെയ്താലും, എത്ര വാട്സപ്പ് വെച്ച് എന്തൊക്കെ ചെയ്താലും അവസാനം കണ്ടുപിടിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മുടെ എന്താ പറയുക, അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ കമൻറ്റുകൾ ചെയ്യണം, പറയാനുള്ളത് പറയണം, അത് കൃത്യവും വ്യക്തവുമായിരിക്കണം. എന്നാൽ മറ്റൊരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.